സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു സ്നാക്ക് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നത്. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അരിപ്പൊടി വെച്ചിട്ട് മാത്രം നമ്മൾ ഈ സ്നാക്ക് ചെയ്യുന്നത്. നല്ല കറുമുറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണ് വെള്ളം എടുത്തത് അതേ അളവ് തന്നെ നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതിയേ. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്നൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്ര പെർഫെക്റ്റായിട്ട് കുഴക്കണമെന്നില്ല, ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി മാവിനെ. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. അതേ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ നമുക്കെല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല വൈറ്റ് കളറാണ്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി തുടങ്ങും. ആ ഒരു ടൈമിൽ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ ചാറ്റ് മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു. ബൈ.